ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയം രണ്ടാമത്തത് സർവീസ് ടാക്സ്. ഇപ്പോൾ സർവീസ് ടാക്സിലെ GST ആണ്. സേവനദാതാക്കൾക്ക് ഈ പറഞ്ഞ കോമ്പോസിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ചെറുകിട കാറ്ററിംഗ് സ്ഥാപനം 18% നികുതി കൊടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പിരിക്കാൻ പോകാറില്ല അങ്ങനെയുള്ളതൊന്നും. അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ കട നല്ല പുതിയ ഒരു അതിനും 18% നികുതി. അപ്പോൾ ഇന്ന് എടുത്ത തീരുമാനം സർവീസ് ടാക്സും 50 ലക്ഷം വരെയുള്ളവർക്ക് 6% നികുതി അങ്ങ് കൊടുത്തേച്ചാണ്. അതിന് ഇൻപുട്ട് ക്രെഡിറ്റ് ഒന്നും കിട്ടില്ല, കോമ്പോസിഷൻ കൊണ്ടുവന്നു. നമ്മുടെ ഹോട്ടലുകൾക്കുന്ന പോലെ ഹോട്ടലിന് 5% ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന 12-18 പോയല്ലോ. അതുപോലെ സേവനദാതാക്കൾക്ക് അനുമാന നികുതി കൊണ്ടുവന്നു. അത് 5% 6%. തെറ്റിപ്പോയി, 6%. മൂന്നാമത്തത് റിയൽ എസ്റ്റേറ്റ്. അത് പാർപ്പിട നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക്, ഫ്ലാറ്റുകൾ തുടങ്ങിയവർക്ക്, അവർക്ക് ചില നികുതി ആനുകൂല്യം കൊടുക്കണം, ഈ കോമ്പോസിഷൻ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. 5% അനുമാന നികുതി മതി, ITC ക്രെഡിറ്റ് ഇല്ല. ഭൂമി അടക്കമുള്ള മൊത്തം വിലയുടെ മേൽ വേണം. പക്ഷേ ഈ ഭൂമിയുടെ മേൽ GST പറ്റുമോ എന്നുള്ളത് നിയമപരമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. പ്രായോഗികമായിട്ട് ഇവിടെ നടപ്പാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിമാരുടെ ഒരു സമിതിയെ നിയോഗിക്കും. അപ്പോൾ ഇവയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യം, കേരളത്തിനുള്ളിലുള്ള വിൽപ്പനകളുടെ മേൽ 1% അധിക നികുതി ചുമത്താൻ അനുവാദം ഔപചാരികമായിട്ട് അനുവദിച്ചു. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന് ദേശീയ നികുതിയിലേക്കാൾ വ്യത്യസ്തമായ ഒരു നികുതി ചുമത്താൻ അനുവാദം GST കൗൺസിൽ നൽകുന്നത്. അപ്പോൾ ഒരു വർഷം നമുക്കൊരു 500 കോടി രൂപ ഇതിൽ നിന്ന് അധികം കിട്ടും. 2 വർഷം ഇങ്ങനെ ചുമത്താം. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇങ്ങനെ പ്രകൃതിക്ഷോഭ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾ അവർ GST കൗൺസിലിനെ സമീപിച്ചു കഴിഞ്ഞാൽ GST കൗൺസിൽ അവരുടെ നാശനഷ്ടം പരിഗണിച്ച് ഇതുപോലെ അധിക നികുതി ചുമത്താൻ അനുവാദം നൽകാം. ഇതൊരു പ്രസിഡന്റാണ്, കീഴ്വഴക്കമായിട്ട് മാറും. പക്ഷെ അതിലേറെ നമുക്ക് സഹായകരമായിട്ടുള്ള ഒന്ന്, മന്ത്രിമാരുടെ ഉപസമിതി ഇങ്ങനെ പ്രകൃതി ദുരന്തം നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ വായ്പാ പരിധിക്ക് മുകളിൽ അധിക വായ്പക്ക് അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നത്തെ GST കൗൺസിൽ വെച്ചു. GST കൗൺസിൽ തീരുമാനിക്കാൻ കഴിയില്ല, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ കേന്ദ്ര ധനമന്ത്രിയടക്കം ഇരുന്നിട്ടാണ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ ഇനി ധനമന്ത്രിയായിട്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ടി വരും. അതും വളരെ ശുഭോദർക്കമാണ്. എത്ര എന്നുള്ള തീരുമാനമൊക്കെ കേന്ദ്ര സർക്കാർ എടുക്കേണ്ടതാണ്. പക്ഷെ തത്വത്തിൽ ഒരു അപകടം ഇതുപോലെ ഉണ്ടായിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് സാധാരണഗതിയിലുള്ള വായ്പയേക്കാൾ വായ്പ എടുക്കാനുള്ള അനുവാദം നൽകണം എന്നുള്ളത് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനിയും നമുക്ക് ധനമന്ത്രിയായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്യണം. ബഡ്ജറ്റെല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കാം, എല്ലാവർക്കും വലിയ തിരക്കൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് കേരളത്തെ സംബന്ധിച്ചോളം അത് ശുഭതുർക്കമായിട്ടുള്ള കാര്യമാണ്. യെസ്, ഉറക്കപ്പറ 1% സെസ് ഒരു നിബന്ധനയെ വെച്ചിട്ടുള്ളൂ, അന്തർ സംസ്ഥാന വ്യാപാരത്തിന് മേൽ പറ്റില്ല. കേരളത്തിന് പുറത്തോട്ട് വെച്ചാൽ ഇതിന് ഇൻപുട്ട് ക്രെഡിറ്റ് ഇല്ല. അപ്പോൾ അന്തർ സംസ്ഥാന വ്യാപാരത്തിന് മേലാണെങ്കിൽ മറ്റ് സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി നമ്മളിവിടെ പിരിക്കണോ പറ്റില്ല. കേരളത്തിനുള്ളിലുള്ള വ്യാപാരത്തിന് മേൽ ഏത് ഇടപാടിനും 1% കൂടുതലുണ്ടാവും. അത് ഏതൊക്കെ ഉൽപ്പന്നം വേണം,
എത്ര 2 വർഷം വേണോ തുടങ്ങിയൊക്കെ ഞാൻ ബഡ്ജറ്റിൽ പറയുന്നത്. 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നികുതിയൊക്കെ കൂട്ടാനും കുറയ്ക്കാനും അവകാശം കിട്ടിയതല്ലേ. അപ്പോൾ അത് ബഡ്ജറ്റിൽ തന്നെ പറയുന്നതാണ് നല്ലത്. ഒക്കെ ബഡ്ജറ്റിൽ പറയുന്നത്. മനസ്സിലാക്കേണ്ടത് എല്ലാ ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്ക് ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാരമൊന്നുമല്ല. ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും എല്ലാത്തിനും. ഇപ്പോൾ നമ്മൾ വായ്പാ പരിധി ശതമാനക്കണക്കിൽ നമ്മുടെ സംസ്ഥാന വരുമാനത്തിൽ 33%. അത് ഈ വർഷം 2018-19 22,000 കോടി വരും നെറ്റ്. ഇല്ല, അതിനേക്കാൾ എത്ര കൂടുതൽ വേണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ചർച്ച ചെയ്ത് എടുക്കേണ്ടതാണ്. ഒരു വർഷം പണം കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ ലോകബാങ്കിൻ്റെ വായ്പ 7,000 കോടി രൂപ, ലോകബാങ്കും ADBയുടെയും കൂടി, അത് നമ്മൾ 3-4 വർഷം കൊണ്ടല്ലേ ചിലവാക്കുള്ളൂ. അപ്പോൾ ഇപ്പം ഈ വർഷം എല്ലാം എടുത്തോളെന്ന് പറഞ്ഞാൽ അവർ ലോകബാങ്ക് തരത്തില്ല. അവർ 3 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് തരത്തുള്ളൂ. അപ്പോൾ ഈ വായ്പാ പരിധിക്ക് പുറത്തായിരിക്കും എന്ന് അംഗീകരിക്കണം. എന്നാലും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും എത്ര വർഷം എടുത്താലും. ഇനിയിപ്പോൾ നമ്മൾ ജർമ്മൻ ചർച്ച ചെയ്യുന്നുണ്ട്. ആ വായ്പ ഈ പരിധിക്ക് മുകളിലായിരിക്കണം എന്ന് അംഗീകരിക്കണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കേന്ദ്ര ധനമന്ത്രിയായിട്ട് വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അദ്ദേഹം കൗൺസിലിൽ ഇത് ഞാൻ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം എന്ന് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. 40 എത്ര ശതമാനം മുതലാണ് നികുതി കൊടുത്തു തുടങ്ങേണ്ടത്? 20 ലക്ഷം രൂപയെന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഏതെങ്കിലും സംസ്ഥാനത്തിന് വേണമെങ്കിൽ 40 ലക്ഷം രൂപയെ ഉയർത്താം. ചെറിയ സംസ്ഥാനങ്ങളൊന്നും വർദ്ധിപ്പിക്കത്തില്ല. ഇപ്പോൾ ഗോവയടക്കം ഉള്ളവർ. പക്ഷെ അവരുടെ അത് 40 ലക്ഷം ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏതാണ്ട് എല്ലാവരും 99% പുറത്തു പോകും. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അത് സ്വീകരിക്കാവുന്നതാണ്. അത് നമുക്ക് ബഡ്ജറ്റിൽ പറയാൻ മാറ്റമില്ല എന്നുള്ളത്. എന്തോ പ്രളയ പുനർനിർമ്മാണത്തിലും മറ്റൊരു സംസ്ഥാനവും നമുക്ക് സഹായത്തിന് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും കൂടെ ഇല്ലേ? പുറം സഹായത്തിന്റെ കാര്യത്തിൽ വർദ്ധിപ്പിക്കുമ്പോഴുമാണ്. പ്രളയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അധിക നികുതി നിർത്താനായിട്ട് നമുക്ക് അനുവാദമില്ല. അത് പ്രളയ പുനർനിർമ്മാണത്തിന് കൂടുതലും വേണ്ടത് വായ്പയാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. നമുക്ക് എത്ര ശ്രമിച്ചാലും ഈ പറയുന്ന തുകയൊന്നും നികുതി പിരിച്ചോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വായ്പ എടുത്തേ പറ്റൂ. പക്ഷെ ആ വായ്പ നമുക്ക് ഇതുവരെയും നമ്മുടെ സാധാരണ ഇപ്പോൾ 20,000 കോടി രൂപ 7,000 കോടി ഈ വർഷം വായ്പ എടുത്തു. 20,000 പെടുത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല കാര്യമുണ്ട്. സോ അതിന് മുകളിലായിരിക്കണം, പുറമേ എടുക്കുന്ന വായ്പയായിട്ട് വേണം വരാൻ. അപ്പം അത് ഇന്ന് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഇനി പ്രായോഗികമായിട്ട് ഇനിയും നമ്മൾ ഇത് ചർച്ച ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് എത്തേണ്ടതാണ്. നമ്മുടെ ആവശ്യത്തിനാവില്ല. ഇപ്പോൾ ലോകബാങ്കിനായാലും 7,000 കോടി ആവത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇനിയും വേറെ ഈ പുറത്തുനിന്ന് വായ്പ എടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം. അങ്ങനെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. ജർമ്മൻ വായ്പയാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജെയ്ക്കോന്റെ വായ്പയാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ നെഗോഷിയേറ്റ് നമുക്ക് എടുക്കണം. ഒരു ശതമാനം 1% നികുതി ഉള്ളൂ. വർഷത്തിലൊരിക്കൽ റിട്ടേൺ കൊടുത്താൽ മതി. അത് വലിയ സഹായമാണ്. മാസം മാസം കൊടുക്കല് അല്ലെങ്കിൽ ഇവൻ ക്വാർട്ടർലി. അത് 1%, 1.5 കോടി വരെ. അത് വലിയതാണ്. ഇപ്പൊ 1.5 കോടി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇന്നിപ്പോ നികുതി നൽകുന്നവരുടെ GST കൗൺസിൽ യോഗത്തിന് ശേഷം ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.